ഓരോ ദിവസവും ഐ ഫീൽ ലൈക്ക് യു ആർ സ്ട്രേഞ്ചർ ടു മീ. സമയമായി. അച്ഛാ വാ, കേക്ക് കട്ടി. അമ്മു, ഇതിനെങ്കിലും വാ മോളെ. അയ്യോ അച്ഛാ, എനിക്ക് ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ നല്ലോണം തിന്നോളാം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു 4 വാക്ക് സംസാരിക്കേ. സംസാരിച്ച കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തായാലും സംസാരിച്ചേ പറ്റൂ. സംസാരിക്കൂ അച്ഛാ. സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് സംസാരിക്കണമെന്നറിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്റെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ തന്നു. നല്ല രീതിയിൽ മര്യാദയായി ജീവിക്കാനുള്ള സാഹചര്യം തന്നു. ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ സാധിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്റെ ഭാര്യയാണ്, അവളുടെ പരിശ്രമമാണ്. ഏതൊരാൾക്കും സമൂഹത്തിൽ നീതിയും നിയമവും പാലിച്ച് തലയെടുപ്പോടെ കഴിയാൻ കാരണം വീട്ടിലെ അവന്റെ ഭാര്യയുടെ കഴിവാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയും അതുപോലെ ജോലി ചെയ്യുന്നുണ്ട്. റമി എന്റെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന്റെ കൂടെ തന്നെ മക്കളെയെല്ലാം നല്ല രീതിയിൽ സംസ്കാരത്തോടെ വളർത്തിയെടുത്തു. ഞങ്ങളുടെ നട്ടല്ല ഇവളില്ലെങ്കിൽ ഞാനില്ല. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ അതിന് കാരണം ഇവളാ. നീ ഒന്ന് നോക്ക്, എന്തൊക്കെ മാറ്റങ്ങൾ നിനക്കുണ്ടായെന്ന്. ആദ്യമൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തമാശ പറഞ്ഞാലും നിന്റെ മനസ്സിലൂടെ നീ നേരെ പറയുമായിരുന്നു. നീ അതിനെല്ലാം സ്പോർട്ടീവായിട്ട് എടുത്തിരുന്നു. അറിയാതെ ഒരു വാക്കിപ്പോ പറഞ്ഞു കഴിഞ്ഞാ നിന്റെ കണ്ണ് നിറഞ്ഞൊഴുകും. എനിക്ക് നിന്റെ കരയുന്ന മുഖം കണ്ട് കണ്ട് മതിയായിട്ടുണ്ടായിരുന്നേ. ഇല്ല, ഇനി എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാ വന്നതെന്ന് പറഞ്ഞിട്ട് പോയാ മതി. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, എനിക്ക് എന്ത് മാറ്റം ഉണ്ടായത്, എന്ത് മാറ്റാണ് കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയേ. നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു പ്രൈവസി ഇല്ലായിരുന്നേ. ഞാൻ എപ്പോഴൊക്കെ നിന്റെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് ആലോചിക്കുമ്പോൾ നീ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ ഇഷ്ടപ്പെട്ട് നിനക്ക് വാങ്ങിച്ചെന്ന ഡയമണ്ട് സെറ്റൊക്കെ നീ ഇടാതെ അതിഥിക്ക് കൊടുക്കും. അതിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അത്രയും സ്പെഷ്യൽ അല്ല എന്നല്ല അർത്ഥം. വിക്കി എനിക്ക് തന്നതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ സ്പെഷ്യലാ. നീ എനിക്ക് തന്നതുകൊണ്ട് മാത്രം അത് എന്റേതായത്. ഞാനത് അനിയത്തിക്ക് കൊടുത്തതിൽ എന്താ വിക്കി തെറ്റുള്ളത്? അതവള് വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തതൊന്നും അല്ല, ചുമ്മാ ഒരു പ്രാവശ്യം ഇടാൻ വേണ്ടി കൊടുത്തതാ. ഇല്ല, നിന്റെ പേരിൽ ഒരു തെറ്റുമില്ല. ഈ വിഷയത്തിന്റെ പേരിൽ ഞാനിങ്ങനെ ഒരു സംസാരം തുടങ്ങി വെച്ചില്ലേ, എന്റെ തെറ്റാ. ഞാൻ എവിടേക്കും വരുന്നില്ല. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രൈവറിനെ വിളിച്ച് ഈ ഡ്രസ്സിൽ തന്നെ അങ്ങ് പൊക്കോ. എന്റെ മക്കളും അങ്ങനെയാ. ഇതുപോലത്തെ മക്കളെ കിട്ടാൻ പുണ്യം ചെയ്യണം. എന്നെ കൊണ്ട് ഇത്രയും കാലം ഇവരുടെ സ്വപ്നങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും
അച്ഛാ ഞങ്ങൾക്ക് അതില്ല ഇതില്ല അത് വാങ്ങി തന്നില്ല അങ്ങനെ ഒരു രീതിയിലും പരാതി പറയാതെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമായിരുന്നു. ആഗ്രഹങ്ങൾ മനസ്സിൽ വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ എൻ്റെ മക്കൾ എൻ്റെ മുഖത്തെ സന്തോഷം കാണാനായിട്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ചു. ഞാൻ എന്തായാലും എൻ്റെ മക്കൾക്ക് താങ്ക്സ് പറയണം. ഏകാഗിയായി ആർക്കും കഴിയാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യം. എന്നെ മുന്നോട്ട് നയിച്ച ഓരോ കാര്യങ്ങളിലും എന്റെ കുടുംബം എന്റെ നട്ടെല്ലായിട്ട് നിന്നു. എന്റെ മരുമകൻ അവൻ ഇതുവരെ വന്നില്ല. എന്റെ മരുമകൾ ആദ്യ, എന്റെ മകൻ വേദാന്ത്, ഇവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുക. ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതാണ്. എത്രയോ പ്രാവശ്യം ബസ് നിർത്തുകയും ഓടിച്ചിരിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് യാത്രക്കാരെ കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഒരു മടിയും കൂടാതെ ബസ് നിർത്തി കൊടുക്കും. എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, എത്രയോ ജനങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു, എത്രയോ പേര് ആത്മാർത്ഥമായിരിക്കുന്നു. എന്നാൽ ആര് യാത്ര നിർത്തി ഇറങ്ങിപ്പോയാലും എന്റെ യാത്ര അവസാനിക്കുന്നില്ല. അവരൊക്കെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒന്നും തോന്നുമായിരുന്നില്ല. പിന്നെയും അടുത്ത ദിവസം പുതിയ യാത്രയും പുതിയ യാത്രക്കാരും പുതിയ അനുഭവങ്ങളും. എന്നാൽ ഇന്ന് എന്റെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞു. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. നാളെ മുതൽ എനിക്ക് യാത്രയേ ഇല്ല. എല്ലാം അവസാനിച്ച പോലെ തോന്നുന്നു. ഇത്രയും ദിവസം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ യാത്രക്കാർ എങ്ങോട്ടൊക്കെയോ പോവുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങ് ദൂരേക്ക് ബസ് പോയി കഴിഞ്ഞു. എന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല. നാളെ മുതൽ എനിക്ക് ജോലി ഇല്ലാതിരിക്കാം. എന്നാൽ ഒരു പ്രാവശ്യം പോലും ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചിട്ടില്ലെന്ന് ധൈര്യമായിട്ട് പറയാം. നാളെ ഞാൻ കണ്ടക്ടറിലായിരിക്കാം. എന്നാൽ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഡ്രൈവറാകുകയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടും സമാധാനത്തോടെ ഇരിക്കണം. എന്റെ സർവീസിന്റെ അവസാന നിമിഷത്തിൽ നല്ല മനോഹരമായൊരു കാര്യം നടന്നതിൽ ഇവിടെയുള്ള നിങ്ങളെല്ലാവർക്കും ശ്രീകാന്ത് സാറിനും നന്ദി അറിയിക്കാൻ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ദിവസം സ്യൂട്ട് ധരിക്കണമെന്നുള്ളത് ഒരുപാട് വർഷം കൊണ്ട് എന്റെ മോൾ അമൂല്യ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ സ്യൂട്ട് ഇടണമെന്ന് ഒരു നിമിഷം പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഈ ദിവസം സ്യൂട്ട് ഇട്ടപ്പോ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. താങ്ക്സ് മോളെ. മഞ്ജുനാഥ് എന്ന ഈ നല്ല മനുഷ്യൻ ജോലിയിൽ ശ്രദ്ധയുള്ളവനായിരുന്നു. രാത്രിയും പകലും തന്റെ കുടുംബത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്നവനായിരുന്നു. അങ്ങനെയുള്ള ഒരു വർക്കറിന് ആ ദൈവം എല്ലാ ഭാവുകങ്ങളും കൊടുക്കട്ടെ. ഇതേപോലെയുള്ള ഒരു അച്ഛനെ എല്ലാ മക്കൾക്കും കിട്ടട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന.
അമൂല്യ, ഇന്നത്തെ ദിവസം മകളായ നിനക്കെന്താ പറയാനുള്ളേ? അച്ഛനെ കുറിച്ച് പറയാൻ എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതെനിക്കൊരു പുണ്യമാണെന്ന് കരുതുന്നു. എനിക്ക് വേണ്ടിയും ചേച്ചിക്കും അനിയത്തിക്കും വേണ്ടി അച്ഛനെ കുറിച്ച് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്ന്. അച്ഛൻ ഒരിക്കലും സ്നേഹമാണെന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുമാത്രമല്ല, അച്ഛൻ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തന്നില്ല, പക്ഷേ എങ്ങനെയാ ജീവിക്കേണ്ടെന്നുള്ളത് കാണിച്ചു തന്നു. അച്ഛാ, വി ലവ് യു. ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഞങ്ങൾക്ക് അച്ഛനായിരിക്കും, പക്ഷേ ഞങ്ങളുടെ ലോകം തന്നെ അച്ഛൻ മാത്രം. അത് സത്യമായിട്ടും അങ്ങനെയാ. ഓരോ പെൺകുട്ടികളും അവരുടെ ഭർത്താവിന്റെ കണ്ണില് ഒരിക്കലും റാണിയല്ലായിരിക്കും, പക്ഷെ അവളുടെ അച്ഛന് അവൾ എപ്പോഴും രാജകുമാരി തന്നെയായിരിക്കും. അതുകൊണ്ടാ എല്ലാ പെൺമക്കൾക്കും അച്ഛൻ എന്ന് പറയുന്നത് അവരുടെ ലോകോ. അച്ഛനെന്ന അഹങ്കാരോ, അച്ഛനെന്ന് വെച്ച സൂപ്പർ ഹീറോയാ. മക്കളെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ പര്യായം. എന്ന് വെച്ചാ അതുകൊണ്ടാ പറയുന്നേ, ഓരോ മക്കളുടെയും വിജയത്തിന് പിന്നില് ഓരോ അച്ഛന്മാരുടെയും കൈകളുണ്ടെന്ന് പറയപ്പെടുന്നത്. ഓരോ ഇൻഡിപെൻഡന്റ് പെൺകുട്ടിയുടെ പുറകിലും എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള അച്ഛനുണ്ടാവും. ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് 100% സത്യമാണ്. എന്താണെന്ന് വെച്ചാ ഞങ്ങളുടെ അച്ഛൻ സൊസൈറ്റിയെക്കാളും കൂടുതലായിട്ട് ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങളുടെ അച്ഛനെന്ന് വെച്ചാ ഒരിക്കലും അവസാനിക്കാത്തൊരു സ്നേഹം. അച്ഛനെന്ന് വെച്ചാ സംശയമില്ലാത്തൊരു വിശ്വാസമാണ്. അച്ഛൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഞങ്ങൾ അവരോട് ഒരു കാര്യങ്ങളും ചോദിക്കാറില്ലെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ആ കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ ചെറുതായിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും ഞാൻ എന്തുണ്ടാക്കി തരാൻ പറഞ്ഞാലും അച്ഛനുണ്ടാക്കി തരും. കുസൃതി കാണിച്ചാലും വഴക്ക് പറയില്ല. അവര് ഞങ്ങളെ എന്നാ അടിച്ചതായിട്ട് പോലും എനിക്കിന്ന് ഓർമ്മയില്ല. അച്ഛനോട് എന്ത് കാര്യം ചോദിച്ചാലും അതിനൊരു ഉത്തരം ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങൾക്കും അച്ഛന് എപ്പോഴും പരിഹാരമുണ്ട്. എല്ലാ ടെൻഷൻസിനും അച്ഛന്റെ കയ്യിൽ സമാധാനമുണ്ട്. എല്ലാ തെറ്റുകളും അച്ഛന് ക്ഷമിക്കാൻ കഴിയും. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ. എല്ലാ വീട്ടിലും അച്ഛൻ മക്കളെ അടിക്കുമ്പോ അമ്മയോട് പോയി അവര് പരാതി പറയാറ്. എന്നാൽ നമ്മുടെ വീട്ടിൽ നേരെ തിരിച്ചാ. ഞങ്ങളുടെ അച്ഛൻ അത്രയ്ക്ക് കൂളായിട്ടുള്ള ആളാ. അച്ഛനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അച്ഛനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അച്ഛനെ കുറിച്ച് ഇനിയും പറയാൻ ഒരുപാടുണ്ട്. എന്നാൽ അതൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് അച്ഛൻ എന്ന 3 അക്ഷരമാണ് എല്ലാത്തിനേക്കാളും വലുതെന്ന് തോന്നും. അച്ഛന് ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുന്ന സമയത്തൊക്കെ അറിയാതെ എന്റെ കണ്ണു നിറയും. എന്തൊക്കെയായാലും അച്ഛൻ പെൺകുട്ടികളോട് കാണിക്കുന്ന സ്നേഹം ഒരു ദിവസം അച്ഛനെ വിട്ട് ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാം പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ അതിന്റെ കൂടെ വേറെ ഒരു ചിന്ത കൂടെ വരും. അച്ഛൻ കുറച്ചു ദിവസം കൈപിടിച്ച് നടത്തിയാലും അത് ജീവിതകാലം മുഴുവൻ ശാശ്വതമായി കൂടെ ഉണ്ടാവും എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ എപ്പോഴും ജീവിക്കുന്നത്.
അച്ഛാ, മുന്നോട്ടുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് രാജകുമാരനെ കിട്ടും. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും രാജാവ് നിങ്ങൾ തന്നെയാണ്. അച്ഛാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥത, ഇതെല്ലാം കണ്ട് ഞങ്ങൾ പഠിക്കണം അച്ഛാ. ഞാനും ചേച്ചിയും അനിയത്തിമാരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഗുണം ഞങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ ഞങ്ങൾക്ക്. ഇതാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ബാൻഡേജ് ഞാൻ ഒരാൾ മാത്രമല്ല, ഇടുന്ന എല്ലാരും കഷ്ടപ്പെടുവോ? എനിക്ക് മാത്രം എന്താ ഇത്രയും ഇറിറ്റേറ്റ് ആകുന്നത്? ചേട്ടാ, ചെറിയ വയസ്സ് തൊട്ട് നിന്നെ കാണുന്നത്, ഇപ്പോഴും ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടില്ല അല്ലേ? ചേട്ടാ അത് സ്റ്റോപ്പ് ഇറ്റ്. റീസൺസ് പറയണ്ട. നിന്റെ കാര്യം എനിക്ക് അറിയുന്നതല്ലേ. ഷൂലേസ് കെട്ടുന്ന മുതല് എല്ലാ കാര്യവും ഞാനല്ലേ ചെയ്തിരുന്നേ. യു നീഡ് ടു ബി ഇൻഡിപെൻഡന്റ്. എന്താ നീ നോക്കുന്നേ? ശരിയായിട്ട് തന്നെ ഉള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ചേട്ടാ. നിനക്ക് തോന്നുന്നല്ല, ശരിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കാര്യമാ ചേട്ടാ. നിങ്ങൾ എന്നോട് ക്ഷമിച്ചോ? വെറുതെ സ്വപ്നം കാണണ്ട. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ വന്നത്. ഓവറായി ഇനി വേറൊന്നും ആലോചിക്കണ്ട. സ്വപ്നത്തിനെ സത്യമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളാ. പക്ഷേ എനിക്കിത് സ്വപ്നം പോലെയാ ഫീൽ ചെയ്യുന്നത്. സത്യമായിട്ടും എന്നെ കൊണ്ടിത് വിശ്വസിക്കാനാവുന്നില്ല. ഇത്രയും മതി എനിക്ക്, ഇത്രയും മതി. ചെറിയച്ചാ, ഈ സ്യൂട്ടിൽ നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ഹീറോനെ പോലെ. അതെ അച്ഛാ, ചേച്ചി പറഞ്ഞത് 100 അല്ല 150 വട്ടം സത്യം. അമ്മ സ്നേഹത്തോട് വാങ്ങിത്തന്നത് വേദാന്തം നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇടില്ലായിരുന്നു. അതുമല്ലാതെ ഇങ്ങനെയൊക്കെ ഇട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. ചേട്ടന്റെ കയ്യിൽ പെട്ടാ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ ആ രീതിയിലൊന്നും എന്നെ നിർബന്ധിച്ചിട്ടില്ല മോളെ. അതുപോലെ ലോക്ക്ഡൌൺ സമയത്ത് മുണ്ടെടുക്കാനായിട്ട് ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. മുണ്ടെടുക്കാൻ അറിയില്ല, വേണ്ടെന്നൊന്നും ഒരിക്കലും അവൻ പറഞ്ഞിട്ടുമില്ല. ഇന്ന് ഞാൻ സ്യൂട്ടിട്ടാൽ നന്നായിരിക്കും അവൻ പറഞ്ഞു. അന്നവൻ എന്റെ വാക്ക് കേട്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവന്റെ വാക്ക് കേട്ടത്. അതുപോലെ പഴയ ജനറേഷനും പുതിയ ജനറേഷനും ഒരാള് മറ്റൊരാള് പറയുന്നത് പോലെ നടക്കണം എന്നൊന്നും വിചാരിക്കരുത്. അതൊന്നും നല്ലതല്ല. ചെറിയച്ഛന്റെ ഒരു പ്രതിമ തന്നെ വെച്ചാലോ? അച്ഛാ, അച്ഛന് സന്തോഷായോ? ഇനി വേറെ എന്താ വേണ്ടേ മോളെ? ആഗ്രഹിച്ചതിനേക്കാൾ ഒരു 10 ഇരട്ടി കൂടുതൽ കിട്ടിയാ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ?
സ്വർഗത്തിൽ ചെന്ന പോലെയുള്ള അനുഭവമായിരുന്നു മോളെ. ഒരുപാട് സന്തോഷായിട്ടുണ്ട്. അയ്യോ, അമ്മ സ്വീറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ ഉണ്ടാക്കാൻ പറയട്ടെ, ഇല്ലെങ്കിൽ അമ്മ പേരിന് മാത്രം ഉണ്ടാക്കൂ. അമ്മൂന് വേദാന്തിനെ ഇഷ്ടമായതുകൊണ്ട് തൊട്ടിൽ വാങ്ങിച്ചു കൊടുത്തു. വേദാന്തിന് അമ്മൂന് ഇഷ്ടമായതുകൊണ്ട് ചെറിയച്ഛനെ സൂട്ട് പിടിപ്പിച്ചു. ഇത്രയും നല്ല ജോഡി പെട്ടെന്ന് ഒന്നിക്കുമായിരിക്കും അല്ലേ? പക്ഷെ അവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർ ഒരിടത്തും ആരോട് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് അവര് രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന്. ചെറിയച്ഛനോടും ചെറിയമ്മയോടും തമ്മിലുള്ള ചേട്ടന്റെ ഈ ഒരു റിലേഷൻ കണ്ട ചേട്ടൻ ഈ വീടിന്റെ മരുമകനാവാൻ പെർഫെക്റ്റ് മാച്ച് ആണെന്നേ തോന്നുള്ളൂ. അമ്മോ, വേദാന്ത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു മോളെ. മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. ആണോ? എന്താച്ചാ? അയ്യോ, ഇതല്ലേ എന്തിനാ മോനെ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പൊ ചോദിച്ചാൽ തന്നെയോ ഞാനിപ്പോ തൽക്കാലം ഉത്തരം പറയില്ല.